എന്റെ സ്ഥാപനത്തിന്റെ പേര് മാസ്, മോസ്റ്റ് ആക്ടേഴ്സ് ഓഫ് ദ സൊല്യൂഷൻ. അതിന് എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. നിങ്ങൾക്കിപ്പോ അറിയാം, മാസ് മോസ്റ്റ് ആക്ടേഴ്സ് ഓഫ് സൊല്യൂഷന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ബിസിനസ്സുകാരായിരിക്കണം, ബിസിനസ് സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരും ഹാപ്പി ആക്കാന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത്. ആ വിഷനിലേക്കുള്ള ഞങ്ങളുടെ വിഷനാണ് എന്റെ കമ്പനിയുടെ പേര്. മോസ്റ്റ് ആക്യുറേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കൊടുത്തുകൊണ്ട് ഞങ്ങളിലേക്ക് എത്തുന്ന എല്ലാവരും ഹാപ്പി ആക്കുന്നത്. അതാണ് ഞങ്ങളുടെ വിഷനും മിഷനും. അപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെയാണ് ഞങ്ങളുടെ മിഷൻ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഞങ്ങൾ ടാലിയുടെ സർട്ടിഫിക്കറ്റ് പറഞ്ഞതാണ്. ടാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980 മുതൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ബിസിനസ് സോഫ്റ്റ്വെയർ ആണ്. ഇൻവെന്ററി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. ബിസിനസ് സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് അത്രയും ട്രസ്റ്റഡ് ആണ്, ഇത്രയും കാലം മാർക്കറ്റുള്ളതാണ്. ഒരുപാട് 3 മില്യൺ അടുത്ത് യൂസേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിൽ ഞങ്ങൾ ഓക്കെയാണ്. പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വെറൈറ്റി ആയ ബിസിനസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലുള്ള ബിസിനസ്സും ടാലിയിൽ ഇംപ്ലിമെന്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് കാറ്റഗറിയിലുള്ള ബിസിനസ്സുകാരും ഡീൽ ചെയ്തിട്ടുണ്ട്. ഏതൊരു ബിസിനസ്സുകാരും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കറക്റ്റായ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ടാലിയിലെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ടാലി സിൽവർ, ടാലി ഗോൾഡ്, ടാലി സെർവർ, ഇങ്ങനെ 3 പ്രൊഡക്ട്സ് ആണ് പ്രധാനമായിട്ട്. സിൽവർ എന്ന് പറഞ്ഞ യൂസർ ആണ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉപയോഗിക്കുന്നതാണ്. സെർവർ എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് പ്രൊഡക്റ്റ് ആണ്. 30 യൂസർക്ക് വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് പിന്നെ ടാലിയുടെ റിന്യൂവൽസ് ആണ്. അപ്പൊ നമ്മൾ ഇൻവോയ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാൻഡേറ്ററി GST കാര്യങ്ങളുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ട് എല്ലാ വർഷവും റിന്യൂ ചെയ്ത് പോകണം. അത് സോഫ്റ്റ്വെയർ സർവീസ്. അപ്പൊ ഇങ്ങനത്തെ സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓൺലൈൻ സർവീസ് ടാലി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ടാലി സോഫ്റ്റ്വെയർ സർവീസ് റിന്യൂവൽസ് കമ്പൽസറി ആണ്. പിന്നെ ടാലി ക്ലൗഡ് ആണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്, നമുക്ക് എനിവേർ, നമുക്ക് ലോകത്തെ എവിടെ പോയാലും നമുക്ക് ടാലി നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യണം. അപ്പൊ പല സ്ഥലങ്ങളിലും നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് കമ്പനിയിലുള്ള ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ടാലി ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എനിവേർ നമുക്ക് ആക്സസ് ചെയ്യാം, ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടാലി എറ എന്ന് പറയുന്നത് പുതിയ ടൂളാണ്. AI ഇന്റഗ്രേറ്റഡ് ടാലിയാണ്. എല്ലാം AI ആണ്. അപ്പൊ ടാലി AIക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ടാലിയുടെ ഇന്നാണ് ലോഞ്ച്. ടാലിയുടെ പുതിയ റിലീസിന്റെ ലോഞ്ച് ഇന്നാണ്. നമ്മളുടെ പെറ്റല്, വിഷ്ണു ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പേരാന്ന് പറഞ്ഞ ഫസ്റ്റ് ലോഞ്ചിങ് പ്രൊഡക്റ്റ് കുറച്ച് സെലക്ടഡ് കസ്റ്റമേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ BNI നമ്മുടെ കാറ്റഗറിയിൽ നമ്മൾ ആകെ 2 ടീമിനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. വിഷ്ണു കുറെ കാലമായിട്ട് ചോദിക്കുന്നതാണ് ഈ ടാലി ഇടാന്ന് പറഞ്ഞ റിക്വയർമെന്റ്. അപ്പൊ അതുകൊണ്ടാണ് വിഷ്ണു കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജെജുവായി ആണ് നമ്മളുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനത്തെ കേസ് കറക്റ്റ് ഗൈഡ് ലൈൻ തരുന്നത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് തരുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് നമ്മുടെ മെമ്പേഴ്സിനെ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അവരാണ് ഉപയോഗിച്ചിട്ട് അവരുടെ ഭാഗത്ത് നമുക്ക് ഫീഡ്ബാക്സ്. അപ്പൊ ഇതാണ് ടാലിയിൽ വരുന്നത്. അപ്പൊ ടാലിക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നോർമലായിട്ട് എല്ലാ എക്സാമ്പിൾസും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വരയ്ക്കുന്ന എല്ലാ ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കുള്ള ഇഷ്യൂസ് ആണ് ഞാൻ പറയുന്നത്. ഒരു ബിസിനസ് വിസിബിലിറ്റി ഉണ്ടാവില്ല പ്രോപ്പർ ആയിട്ടുള്ളത്. അതുപോലെ ഈ GST കംപ്ലൈൻസ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും GST ഇഷ്യൂസ് ഉണ്ടാവും, കറക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ ഉണ്ടാവുക ഈ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയുള്ള കോഴ്സ് കിട്ടാനുള്ള ഒരു പോരായ്മ. ഇതിന് പ്രധാനമായിട്ട് ഫേസ് ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ എന്റെ പ്രസന്റേഷനിൽ പറഞ്ഞതാണ്. ഒരു രാമായണന്റെ കഥ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കൃത്യത എന്താ വെച്ചാല് ഇങ്ങനെ സക്സസ് ആയിട്ട് ടാലി ഇംപ്ലിമെന്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തണമെന്ന് ചോദിച്ചിട്ടാണ്. പരിചയപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ നിർത്തി. ഞാൻ അവിടെ നിന്നാണ് ഈ എന്റെ പ്രശ്നം പറഞ്ഞത്. ഞാനൊരു ഒരു കാറ്റഗറി പറയാം, ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഒരു ഉദാഹരണമായിട്ട് പറയാം. എത്രയൊക്കെ ഒരുപാട് കമ്പനികൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവർ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം എന്തായിരിക്കും വെച്ചാൽ സ്റ്റോക്ക് ട്രാക്കിംഗ് ഉണ്ടാവില്ല. കാരണം ഇവിടെ പ്രൊഡക്ഷൻ ആണ്, റോ മെറ്റീരിയൽസ് കുറെ വാങ്ങിയിട്ടുണ്ടാവും. അത് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. റോ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്തു, അത് എത്ര കൺട്രോൾ ചെയ്യും, ആ കൺട്രോൾസ് വരെ ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവുന്നത് ഒരു ഈ സ്റ്റോക്കിന്റെ ഷോർട്ടേജ് പെട്ടെന്ന് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ഇതിന്റെ ട്രാക്കിംഗ് ഇല്ലാണ്ടാക്കി സ്റ്റോക്ക് ഷോർട്ടേജ് എന്നൊക്കെ അറിയാൻ പറ്റില്ല. പിന്നെ ഉണ്ടാവുക ഒരു കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫുഡ് കോസ്റ്റ്, ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യം അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ഈ കോസ്റ്റ് അറിയില്ല. ഓരോ സാധനം ആ സാധനം ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ വിചാരിച്ച കോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ഫേസ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ സൊല്യൂഷൻ കൊടുക്കും. ടാലി പ്രാക്ടീസ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഇൻവെന്ററി കൺട്രോൾസ് കൊണ്ടുവന്നുകൊണ്ട് മാനേജ്മെന്റിന് വേണ്ട ഡാഷ്ബോർഡ്സ് ഈ കാര്യങ്ങളൊക്കെ അറിയാത്തത് എന്തൊക്കെയാണെന്ന് കിട്ടാത്തത് ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവർ ഇംപ്ലിമെന്റേഷൻ ചെയ്ത സമയത്ത് എന്താ വെച്ചാൽ
അവർക്ക് സ്റ്റോക്കിംഗ് ഇഷ്യൂസ് മാറി. കൃത്യമായിട്ട് ഷോർട്ടേജ് ഇല്ല, സാധനം ഷോർട്ടേജ് വരുന്നു അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡ് ഇത്ര വേണം, മിനിമം റിക്വയർഡ് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇൻഡിക്കേഷൻ കിട്ടുന്ന അവർക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാര്യം സെറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അവർക്ക് പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ നഷ്ടം സംഭവിക്കണം. കാരണം ചിലപ്പോൾ ഓർഡർ മിസ്സാവും, സ്റ്റോക്ക് ഷോർട്ടേജ്, അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊരു മാനുഫാക്ചർ, ഏത് ടൈപ്പ് മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് മാനുഫാക്ചറിങ് ആകട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു കൺസ്ട്രക്ഷൻ, നമ്മുടെ ഇവിടെ തന്നെയുള്ള പല ആളുകളും നമ്മൾ ഹാൻഡിൽ ചെയ്തത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ പ്രൊജക്ട് വൈസ് പ്രോഫിറ്റബിലിറ്റി അറിയാൻ പറ്റില്ല. ഓരോ പ്രൊജക്റ്റിൽ വരുന്ന സാധനങ്ങൾ അവിടെ നമ്മൾ ഒരുപാട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കസ്റ്റമർ ഭാഗത്ത് പൈസ കിട്ടിയിട്ടുണ്ടാവും. ഇത് ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എക്സ്പെൻസിന്റെ ലീക്കേജ്, കാരണം ഒരു സ്ഥലത്ത് മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്നുണ്ടാവും, ഒരു സ്ഥലത്ത് സാധനം സ്റ്റോക്ക് ഉണ്ടാവും, ഇവിടെ അറിയില്ല, ആ സാധനം ഇല്ലാണ്ട് വീണ്ടും ഓർഡർ ചെയ്യും. ഒരു പ്രൊജക്റ്റിൽ നമ്മൾ വാങ്ങിയിട്ട് സാധനത്തിന് ബാക്കിയിരിക്കുന്ന കാര്യം അറിയാതെ വീണ്ടും ഓർഡർ ചെയ്യും, അത് വീണ്ടും അനാവശ്യമായിട്ട് അത് വേസ്റ്റ് ചെയ്യും, തിരിച്ചെടുക്കലുണ്ടാവും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരും. പിന്നെ റിപ്പോർട്ടിംഗ് ടൈം, ഈ പറഞ്ഞ നമ്മൾ അവിടെ എല്ലാ ആളുകൾക്കും പൈസ കൊടുക്കാനും ഓവർ ടൈം കാൽക്കുലേഷൻ ഒക്കെ ഇഷ്യൂസ് വരും. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പെറ്റലാണ് നമ്മൾ ചെയ്തത്, പെറ്റൽ ആദ്യം ചെയ്തു, മാനേജ്മെന്റ് അവിടെ ചെയ്യുന്നുണ്ട്, ബിൽറ്റോറ, അങ്ങനെ നമ്മളിപ്പോ പ്രൊജക്ട് മാനേജ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ചെയ്തു. വളരെ സക്സസ് ആണ് അല്ലെ, ദൈവമായിട്ട് നമ്മൾ സക്സസ് ആയി. കഴിഞ്ഞ ദൈവനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് ഞാൻ ചിന്തിച്ച ലെവലിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതിനെ വിളിച്ചിട്ട് വന്നതാണ് ദൈവമായി. അതിൽ മാനേജായിട്ട് ഒരു ട്രാക്ക് ആയിക്കൊണ്ടിരിക്കും, സക്സസ് ആയി പോകാനാണ് വിഷ്ണുവായി ട്രാക്കിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലെ നമുക്ക് ഇനി ആരായാലും നമുക്ക് ഒന്നെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ പലരും വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചെയ്യുക. പക്ഷെ നിങ്ങൾ ലൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഫിറ്റാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന ബിസിനസ് BNA വന്ന് വർക്ക് ചെയ്യുന്ന റെഫറൻസ് ബിസിനസ് ആക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ട്രാക്ക് ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഗുണത്തിൽ പോകണമെങ്കിൽ കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മുന്നിലെ കഴിവുകളുണ്ട്, നിങ്ങൾക്ക് അവരായിട്ട് ചോദിക്കാം. ഇനി നമ്മളെന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഞങ്ങൾ ടാർഗറ്റ് സെറ്റോട് പറഞ്ഞതാണ്, 25 കൊല്ലായി സെറ്റോട് പറഞ്ഞതാണ്. കസ്റ്റമൈസേഷൻ റിപ്പോർട്ട്സ് ആണ്, നിങ്ങൾക്ക് വേണ്ട രീതിയാണ്. ഇപ്പൊ പെറ്റലിൽ ചെയ്ത റിപ്പോർട്ട് അല്ല മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, രണ്ടും കൺസൾട്ടേഷൻ, പക്ഷെ രണ്ടും ഡിഫറെന്റ് ആയി. അതുപോലെ ഓരോ ബിസിനസ്സുകാർക്കും വേണ്ട രീതിയിൽ ടാലി സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള കഴിയാറുണ്ട്, അതാണ് ഞങ്ങൾ പ്രത്യേകത. പിന്നെ ബിസിനസ് പ്രോസസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പെട്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിക്വയർമെന്റ് മനസ്സിലാക്കാൻ വേണ്ട രീതിയിൽ ചോദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ട്രെയിനിങ് സപ്പോർട്ട് ചെയ്യാൻ സക്സസ്ഫുൾ ആയ നമ്മുടെ പക്ക ട്രെയിനിങ് ടീം നമ്മുടെ ഉണ്ട്. പിന്നെ ഈ ഒറ്റ സൊല്യൂഷൻ നമുക്ക് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഒറ്റ സൊല്യൂഷൻ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയും. താങ്ക് യു.